ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നേപ്പാളിൽ പോയി വന്നിട്ട് ഒരു 3-4 ദിവസമായിട്ടുണ്ടാവും. അപ്പം എനിക്കിപ്പം വീട്ടിൽ നിന്നിട്ട് എന്തോ ഒരു പുറത്തിറങ്ങാനായിട്ട് ഒരുമാതിരി. പിന്നെ കുറേ ആയിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ട്, ആതിരേനെയും ബെഞ്ചമിനും കണ്ടിട്ട് കുറേ നാളായി. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു നേപ്പാളിൽ പോയി വന്നതിന് ശേഷം കാണാമെന്ന്. ജസ്റ്റ് ഞാൻ 2 ദിവസം 3 ദിവസം റെസ്റ്റ് എടുത്തിട്ട്, റെസ്റ്റ് എന്ന് പറയുന്നില്ല, ഒന്ന് ഉറക്കം റെഡിയാക്കിയെന്നേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് വന്ന് വിചാരിച്ചു. എന്നാലും വെറുതെ ഒന്ന് പറഞ്ഞതാണ്. അപ്പം നാളെ തന്നെ പോവാമെന്ന് അങ്ങനെ വിചാരിച്ചു. എൻ്റെ മുഖത്ത് നേപ്പാളിൽ പോയതിന് ശേഷം ഈ കുരുവൊന്നും മര്യാദയ്ക്ക് ഫെയ്ഡായിട്ടില്ല. എവിടേക്കോ വലിയ വലിയ കുരുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഇവിടെ ഈ സൈഡ് വന്നിട്ടുണ്ട്. എന്താ അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു പോകുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് ഞാൻ ഇപ്പോൾ എണീച്ചു, ഫേസ് വാഷൊക്കെ ചെയ്തു, ജസ്റ്റ് ലൈറ്റായിട്ടൊരു ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഞാനിപ്പം മേലെ കേൾക്കാനായിട്ട് പോവാണ്. അപ്പം മേലെ കേൾക്കുന്നതിന് മുന്നേ ഞാൻ ഇത് ഫേസിൽ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഫേസിൽ ഒട്ടിച്ചിട്ടിട്ട് മേലേക്ക് വന്നിട്ട് റെഡിയൊക്കെ ആവാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിത് ഇപ്പം ഇട്ടിട്ട് വരാം. ഓക്കെ, അതാകുമ്പം ജസ്റ്റ് ഫേസിനൊരു വൃത്തിയുണ്ടാവുമെന്ന് വിചാരിക്കാം. ഇതിട്ടിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാനിതിട്ടു. ഇനി ഞാൻ പോയിട്ട് മേലൊക്കെ കഴുകിയിട്ട് വരാം കേട്ടോ. ബാക്കിയുള്ള എന്നൊക്കെ ഞാൻ കഴുത്ത് തേച്ചാണ്. പിന്നെന്താ, ഇതിട്ടാൽ വലിയ ഉപയോഗമൊന്നും ഉണ്ടാകാൻ തോന്നുന്നില്ല. ഹൈഡ്രേറ്റ് ആകുമ്പോൾ അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ വെറുതെ എടുത്തിട്ടത്, എന്തായാലും എപ്പോഴേലൊക്കെ ഇടണ്ടേ. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് മറന്നേ പോയി. ചേച്ചി ആദ്യത്തെ ദിവസം തന്നെ എടുത്തിട്ട് നല്ല കോമഡി ആയിട്ടല്ലേ. ഞാൻ പോയി മേലേക്ക് വരാം. ഞാൻ മേലേക്ക് വന്നിട്ട് ഞാൻ ആ ഷീറ്റൊക്കെ മുഖത്തുനിന്ന് ഊരി. ഭയങ്കര വ്യത്യാസമൊന്നും പറയാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മുഖം മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കുന്നത് മാത്രം. അപ്പം ഇനി ഞാൻ പോയിട്ട് റെഡി ആവട്ടെ. ടൈമില്ല. അവരെത്താനായോ എനിക്കറിയില്ല. 10:30 11 മണിക്ക് മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൈസ്, ഞാൻ റെഡി ആയിട്ട് ഇറങ്ങി. അവിടെ ആദ്യം എത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ലേറ്റാണ്. സാധാരണ ഞാനാണ് ഇപ്പോഴും ആദ്യം എത്താറ്, പക്ഷേ ഇപ്രാവശ്യം രാവിലെ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ ബസ് കയറാൻ ബസ് സ്റ്റോപ്പിലെത്താനായി. അങ്ങോട്ടേക്ക് പോവാൻ ഞാൻ ഇനി വേഗം പോകാം. ഞങ്ങൾ താഴെ പോയിട്ട് ഇത് വാങ്ങി വന്നു. മുകളിൽ ചിരിക്കാതെ ചിരിക്കല്ലേ. ഞാൻ രാവിലെ ലൈറ്റായിട്ടേ കഴിച്ചുള്ളൂ. അപ്പോൾ ഈ 2 സാധനം വാങ്ങിയതാണ്. ഇനിയിപ്പം എന്തിനാ വിളിച്ചിരിക്കുന്നത്? ഞാൻ ഫുള്ള് എടുത്തോളൂ കേട്ടോ, ഒക്കെ ഇടും. അപ്പം ഇനി ഞങ്ങൾ ഇവിടുന്ന് കഴിക്കുക. കുറച്ച് നേരം കഴിച്ചിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുക. ഇവിടെ കയറിയാലോ പറക്കല്ലേ. വരുന്ന വഴിക്ക് ബസ് സ്റ്റോപ്പ് മാറിപ്പോയി. കുറേ കാലത്തിന് ശേഷം ഒന്നുകൊണ്ടാന്ന് തോന്നുന്നു. മറ്റേത് എപ്പോഴും ഞാൻ ഗോകുലമാളിലാണ്. അമ്മച്ചൻ എന്നിട്ട് പറയല് ഗോകുലമാളിൻ്റെ തറവാടാണ്. ഇപ്പം എനിക്ക് ഒക്കെ മറന്നുപോയി. എനിക്ക് മറന്നുപോയി. ചെറുതായിട്ട് മാറിപ്പോയി. ഞാൻ അതിൻ്റെ മുന്നത്തെ സ്റ്റോപ്പിൽ ഇറങ്ങാൻ പോയി. അപ്പോൾ കണ്ടക്ടർ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാച്ചായി. ഇവള് മാറിപ്പോയി. അതിൻ്റെ കച്ചടയുന്നു രാവിലെ. രണ്ടും കാര്യമായിട്ട് ഫോക്കസ് മാളിലെത്തി. ഇവിടെ ഞങ്ങൾ ഫോട്ടോ ബൂത്ത് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഓപ്പൺ ആയാൽ മതി, അല്ലെങ്കിൽ ഇരട്ടം തന്നെ കൊല്ലു. ഞാനത് എടുക്കാൻ എന്നിട്ട് ഇങ്ങോട്ട് ഓടിച്ചാടി വന്ന. ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടോ. ആ വരുവാ. എൻ്റെ കാര്യം എന്താ വരും പറയാം. ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചേ. പറ തുടരുന്നുള്ളതുകൊണ്ട് വേഗം ഒന്ന് കയ്യിലാക്കി വെച്ചിരിക്കുക. ഞങ്ങളൊരു ബർഗറും കോക്കും ഫ്രൈസും ആണ് ഓർഡർ ചെയ്തത്. വെയില് എന്നിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച കാഫേ 3 മണിക്കേ തുറക്കുള്ളൂ. ബീച്ചും കണ്ടിങ്ങനെ ഭയങ്കര കാറ്റ്, ഭയങ്കര വെയിൽ. നിങ്ങളിപ്പോൾ ഒരു തണലത്തേക്ക് വന്നു. അവിടെ മരത്തിന് ചൂട്ടുള്ള എല്ലാവരും ഇരിക്കുക. അവിടെ നിൽക്കുക. അങ്ങനെ കഫേ ഓപ്പൺ ആവാൻ 3-3:30 ഇപ്പം 2:45. ഞങ്ങളുടെ അല്ല എൻ്റെ മേത്തൊരു ചെറിയ കുട്ടി. എത്ര വയസ്സുണ്ടാവും? ഒരു 5
അത്രയൊന്നും ഉണ്ടാവില്ല. അത് വന്ന് കയ്യിനൊക്കെ കയറി പിടിക്കുക. ഇത് നോക്കുമ്പോൾ 10 രൂപ. അത് വന്നിട്ട് കുറേ പിടിച്ച്. ഞങ്ങളാണെങ്കിൽ ആ ഒരു വീഴാൻ പോകുന്ന സ്ഥലത്തല്ലായിരുന്നോ, പഞ്ചമി അതിന് എണീച്ച് ഓടിയില്ല, അവിടെ തന്നെ നിന്ന്. ലാസ്റ്റ് അവർ 5 രൂപ എന്തോ കൊടുത്തു. അപ്പോഴത് കൈവിട്ട്. അത് ചെരുപ്പൊക്കെ ഊരി അടിക്കാൻ വരിക കണ്ടിട്ട് പൈസ എടുക്കാൻ വേണ്ടി വന്നാൽ. അത് കഴിഞ്ഞിട്ട് ഏതൊരു അമ്മച്ചി ഞങ്ങളുടെ പിന്നാലെ ഓടി പൈസ എടുക്കാൻ വേണ്ടിയിട്ട്. എന്താ ചെയ്യുക, എന്താ ഇത്, ആൾക്കാർക്ക് പ്രാന്തായി തോന്നുന്നു. ഒക്കെ ബംഗാളിക്കാരല്ലേ. ഞങ്ങൾ ഇനി അവിടെ കയറുന്നില്ല വിചാരിക്കുക, കാരണം അവിടെ ഭയങ്കര സ്ലോ ആണ്. തുറക്കാനായിട്ട് ഇനിയും അരമണിക്കൂർ എടുക്കും. ഇപ്പോൾ തന്നെ 3:15 3:30 അവർ ഗൂഗിളിൽ കാണിച്ച ടൈം 3 മണിയാണ്. എന്നിട്ടും ഡേറ്റ്. പിന്നെ നമ്മൾ വിചാരിച്ചൊരു ആംബിയൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഉപ്പുമാങ്ങ കഴിച്ചിട്ട് നടക്കുകയാണ്. ആദ്യം പോയ കഫേ 4:30 ഓപ്പൺ ആക്കാൻ പോലും. അതുകൊണ്ട് നല്ല തീരുമാനം. ഞങ്ങൾ ഇവിടേക്ക് എത്തി. ഇപ്പോൾ ബോംബെ ഹോട്ടലിലാണ്. ഞങ്ങൾ 2 ബീഫ് ബിരിയാണി ഇട്ടേ, ഒരു ഹാഫ് ഒരു ഫുള്ളും അത്രേ പോവുള്ളൂ. അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് വീണു. പക്ഷെ ഒന്നും പറ്റിയില്ല കേട്ടോ. ജസ്റ്റ് സ്റ്റെപ്പ് ചെറുതായിട്ടൊന്ന് പോയി. ഒന്നും പറ്റിയില്ല. ഞാൻ പഞ്ചമി വീണെന്ന് വിചാരിച്ചു. പക്ഷെ ഞാനാ വീണെന്ന് മാത്രം. ഓഹോ ഹായ്, എൻ്റെ സുഖമുണ്ട്. ഈ ബിരിയാണി കഴിച്ചാൽ മതി. അത്രയും ക്ഷീണിച്ചപ്പോൾ ബിരിയാണി കഴിക്കാനാ തോന്നുന്നു. അതെ, നല്ല ടേസ്റ്റുള്ള വെള്ളം. ഇതെന്ത് ഓറഞ്ച് വെള്ളം. ഒരുമാതിരി ടേസ്റ്റ്. ഞങ്ങളിപ്പോൾ ബ്രൗൺ ടൗണിലെത്തും. എന്തായാലും ഇനി സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഓർഡറാണ്. ഇത് വന്നു എൻ്റെ പുഡിങ്. ഇവൻ്റെ ബ്രൗണി വിത്ത് ഐസ്ക്രീം. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ പുഡിങ് കഴിക്കാൻ. എൻ്റെ ഫോട്ടോ പോസ് എടുക്കാം. എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര എക്സൈറ്റഡ് അത് കഴിക്കാൻ. ടേസ്റ്റ് കേട്ടോ. ഓക്കെ, ഇത് ടേസ്റ്റ് ആക്കാം. രണ്ടും കൊള്ളാം. നല്ല രസമുണ്ട് നടന്നാണ്. ഞാൻ കേട് വേണമെന്നിട്ട് അതും വാങ്ങി ഞങ്ങളിപ്പോൾ അമ്മച്ചൻ്റെ വീട്ടിലേക്ക് പോവാണ്. അമ്മച്ചൻ്റെ വീട്ടിലെത്തി. അവർ താഴെ എന്തോ ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങളിപ്പം വീട്ടിലെത്തി. ഞാൻ ഫ്രഷായി. പിന്നെ എൻ്റെ ഈ നഖം പൊട്ടിയിട്ടാ. എൻ്റെ എല്ലാം പൊട്ടിയില്ലേ? അല്ല, ഞാൻ കുറച്ച് പറിച്ചത്. എൻ്റെ ഇവിടെ പറിച്ചത്. അപ്പം റൂമിലെത്തി. ഞങ്ങളെല്ലാവരും ഫ്രഷായി. പിന്നെ ഇവിടെ വെറുതെ ഓരോ TV-യിൽ ഓരോ ക്രിഞ്ച് പടം വെക്കുക, അതിനെ റോസ്റ്റ് ചെയ്യുക, അതാണ് പണി. അങ്ങനെ ഇവിടെ കിടന്ന് കളിയാക്കി ചിരിക്കുക, അതന്നെ പണി. അങ്ങനെ ഇരുന്നിരിക്കുകയാണ്. പഞ്ചമി ഇപ്പം അമ്മേനെ വിളിക്കുക. അങ്ങനെ ഞങ്ങൾ ചോറും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് കിടന്നു. ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല, രാവിലെ ഇട്ടാണ് ഉറങ്ങിയത്. അതിലും പോയി കേട്ടോ. പിന്നെ ഞാനിപ്പം വേറെ വഴിക്ക് ഇറങ്ങുകയാണ്. അപ്പം ആ വ്ളോഗ് ഞാൻ അവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പോൾ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.